അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. വിശുദ്ധമായ റമളാനിന്റെ അവസാന രാത്രികളിൽ ലൈലത്തുൽ ഖദറിനെ പ്രതീക്ഷിച്ച് സ്വഹാബത്തിന്റെ കൂടെ ഇഅ്തികാഫിരിക്കുന്ന പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അരികിലേക്ക് തന്റെ ഭാര്യമാരിൽപ്പെട്ട സഫിയ ബീവി റളിയല്ലാഹു തആല കുറെ സമയം ഹബീബായ തങ്ങളുമായി സംസാരിച്ച മഹദി അവറുകൾ തിരിച്ചു പോകാൻ നേരം ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മഹദിയെ യാത്രയാക്കുന്നതിനു വേണ്ടി പുറത്തേക്കിറങ്ങി. ഇരുട്ടുള്ള ഭാഗമെത്തിയപ്പോൾ രണ്ട് സ്വഹാബാക്കൾ അതുവഴി കടന്നു വന്ന സ്വഹാബാക്കൾ ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയും മഹദിയായ സഫിയ ബീവിനെയും ഒന്ന് നോക്കി അവരങ്ങോട്ട് പോയി. തിരിഞ്ഞുപോയ ആ സ്വഹാബാക്കളെ തിരിച്ചു വിളിച്ച് പുന്നാര നബി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, യാ സ്വഹാബ, ഇതെന്റെ ഭാര്യ സഫിയയാണ്. പ്രവാചകന്റെ ഈ മറുപടി കേട്ട്, ഈ സംസാരം കേട്ട് സ്വഹാബാക്കൾ നബിയോട് പറഞ്ഞു, നബിയെ, അങ്ങയെ ഞങ്ങൾ സംശയിക്കുകയില്ലല്ലോ, പിന്നെ എന്തിനാണ് അങ്ങ് ഇതുപോലെ വ്യക്തമാക്കി എന്റെ ഭാര്യയാണെന്ന് പ്രത്യേകം വ്യക്തമാക്കി ഞങ്ങളോട് പറഞ്ഞത്? അവിടുന്ന് തിരുദൂതർ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞ മറുപടി, സ്വഹാബത്തെ, ഒരു മനുഷ്യന്റെ മനസ്സിൽ സംശയാസ്പദമായ എന്തെങ്കിലും കാര്യങ്ങൾ കടന്നു വന്നാൽ അതിൽ ഇബ്ലീസ് കയറുകയും കൂടുതൽ അവനെ അതിൽ സംശയത്തിലേക്ക് തള്ളിവിടുകയും ഒരു തെറ്റിദ്ധാരണ അവന്റെ മനസ്സിലേക്ക് കൊണ്ടുവരികയും ചെയ്യും. നാം എല്ലാവരും പലപ്പോഴും പല ആളുകളെ കുറിച്ച് നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവരുന്നതും ഇത് തന്നെയാണ്. നമ്മുടെ മനസ്സിൽ തോന്നുന്ന തെറ്റിദ്ധാരണകൾ, നമ്മുടെ മനസ്സിൽ തോന്നുന്ന കാര്യങ്ങൾ അവന്റെ മേൽ കെട്ടിച്ചമർപ്പിക്കുകയും അത് അവൻ വളരെ മോശമാക്കുകയും അവനെ മോശമായ രൂപത്തിൽ സമൂഹത്തിൽ ചിത്രീകരിക്കുകയും ചെയ്യുന്ന മോശമായ സ്വഭാവം നമുക്കെല്ലാവർക്കും ഉണ്ട്. അത് വലിയ പാതകമാണ്. അള്ളാഹുവിന്റെ മുമ്പിൽ ചെല്ലുമ്പോൾ അള്ളാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ അമലുകൾ എല്ലാം നഷ്ടപ്പെടുത്തി കളയാൻ ഇതൊരു കാരണമാക്കും. വിശുദ്ധമായ റമളാനിനെ മുൻനിർത്തിക്കൊണ്ട് നമ്മുടെ പാപങ്ങളെല്ലാം പൊറുപ്പിക്കപ്പെട്ട് മറ്റുള്ളവരെ കുറിച്ച് നല്ല ചിന്തകൾ നമ്മുടെ മനസ്സിലേക്ക് കൊണ്ടുവന്ന് വിശുദ്ധമായ റമളാനിനെ യാത്രയാക്കുക. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ.